വിളവധികം വേലക്കാർ ചുരുക്കം. ഭൂമിയിൽ മറഞ്ഞിരിക്കുന്ന നിധിയുടെ ഉപമ. മെറോം തടാകത്തിൽ നിന്നും ഗലീലിയ തടാകത്തിലേക്കുള്ള വഴിയിലാണ് ഈശോ. ഒരരുവിക്കരയിൽ തീഷ്ണനും ബെർത്തലോമിയും കൂടെയുണ്ട്. 3 പേരും കൂടെ 2 എതിർദിശകളിൽ നിന്ന് എത്താനുള്ള മറ്റുള്ളവരെ കാത്തിരിക്കുന്നതായി തോന്നുന്നു. വളരെ ശക്തിയായ ചൂടുള്ള ദിവസം. അപ്പസ്തോലന്മാർ 3 സംഘങ്ങളായി നാട്ടിൻപുറങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുകയും രോഗികളെ ഗുരുവിൻ്റെ പക്കലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ധാരാളം ആളുകൾ അവരെ അനുഗമിച്ച് ഈശോയുടെ പക്കൽ എത്തുന്നുണ്ട്. അത്ഭുതകരമായി സുഖം പ്രാപ്തി ലഭിച്ചവർ സന്തോഷഭരിതരായി ഒരു സംഘമായി ചേർന്ന് വൃക്ഷത്തണലിൽ ഇരിക്കുന്നു. സന്തോഷത്തിൻ്റെ ആധിക്യം നിമിത്തം ചൂടും പൊടിയും കണ്ണഞ്ചിക്കുന്ന പ്രകാശവും ഒന്നും അവർ അറിയുന്നതേയില്ല. മറ്റുള്ളവരെയെല്ലാം തളർത്തുന്ന ചൂടും പൊടിയും. യൂദാസ് തദേവുസിൻ്റെ നേതൃത്വത്തിലുള്ളവരാണ് ആദ്യം ഈശോയുടെ അടുത്തെത്തുന്നത്. എല്ലാവരും വളരെ ക്ഷീണിതരാണ്. അവസാനം വന്നവർ പത്രോസിൻ്റെ നേതൃത്വത്തിലുള്ളവരാകുന്നു. അവർ കൊറാസിമിലും ബെത്സദായിലുമുള്ള ആളുകളാണ്. ഗുരുവേ, ഞങ്ങൾ ജോലി തീർത്തു. വളരെ സംഘങ്ങൾ വരേണ്ടതായിരുന്നു. നിനക്ക് തന്നെ കാണാമല്ലോ. ഇത്ര ദൂരം നടക്കുക എന്നത് അസാധ്യം. എന്താ ചൂട്! അപ്പോൾ ഇനി എന്താണ് ചെയ്യുക? ഞങ്ങൾ കൂടുതൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ ലോകത്തിന് വിസ്താരം കൂടി വരുന്നത് പോലെയുണ്ട്. ചിതറിക്കിടക്കുന്ന ഗ്രാമങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നത് പോലെയും. ഗലീലിയ ഇത്രയും വിസ്താരമുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. നമ്മൾ ഗലീലിയയുടെ ഒരു മൂലയിലാണ്, വെറും ഒരു മൂല. എന്നിട്ടും ഈ നാട്ടിൽ സുവിശേഷം പ്രസംഗിച്ച് പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. എത്ര വിസ്തൃതം! എത്രയധികം ആളുകൾക്കാണ് നിന്നെ ആവശ്യമുള്ളത്? പത്രോസ് നെടുനിശ്വാസം ഉതിർക്കുന്നു. ലോകമല്ല വിസ്തൃതമാകുന്നത്, നമ്മുടെ ഗുരുവിനെക്കുറിച്ചുള്ള അറിവാണ് പരക്കുന്നത്. തദേവുസ് മറുപടി പറയുന്നു, അതെ, അത് ശരിയാണ്. എത്രയധികം ആളുകളാണ്! പലരും ഇന്ന് രാവിലെ മുതൽ നമ്മെ അനുഗമിക്കുകയായിരുന്നു. ചൂട് ശക്തിയായപ്പോൾ ഒരു മരക്കൂട്ടത്തിനടിയിൽ അഭയം പ്രാപിച്ചു. അപ്പോൾ സന്ധ്യാസമയമായിട്ട് പോലും ചൂട് നിമിത്തം വളരെ വിഷമകരമാണ്. ഈ പാവപ്പെട്ട മനുഷ്യരെല്ലാം അവരുടെ വീടുകളിൽ നിന്ന് നമ്മളെക്കാൾ വളരെ ദൂരെയാണ്. നമ്മുടെ ജോലി അങ്ങനെ വളർന്നു വന്നാൽ നമ്മൾ എന്തു ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. സബദി പുത്രൻ ജെയിംസ് പറയുന്നു. തീശ്രീ മാസത്തിൽ ഇടയന്മാരും വരും. അവരെ പ്രോത്സാഹിപ്പിക്കാനായി ആൻഡ്രൂ പറയുന്നു. അതെ, ഇടയന്മാർ, ശിഷ്യർ. എത്ര രസപ്രദം! പറയാൻ നല്ലത്. എന്നാൽ അവർക്ക് ഇത്രയും മാത്രം പറയാൻ കഴിയും: ഈശോയാണ് രക്ഷകൻ. അവൻ അവിടെയുണ്ട്, മറ്റൊന്നുമല്ല. പത്രോസ് പറയുന്നു. അവനെ എവിടെയാണ് കണ്ടെത്തുക? എന്തെങ്കിലും ആളുകൾ അറിയണം. അതിനു പകരം ഇപ്പോൾ നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ അവർ തള്ളിക്കയറി അവിടെ വരും. അവർ അവിടെ വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകും. അങ്ങനെ അവർ നമ്മുടെ പിന്നാലെ ഓടി നടക്കേണ്ടി വരും. കുട്ടികളും രോഗികളും ഉള്ളപ്പോൾ ഇതത്ര നല്ലതല്ല. ഈശോ പറയുന്നു, പത്രോസേ, നീ പറയുന്നത് ശരിയാണ്. ഈ ആളുകളോടും ഇവരുടെ ആത്മാക്കളോടും എനിക്ക് സഹതാപം തോന്നുന്നു. ചില സന്ദർഭങ്ങളിൽ പലർക്കും എന്നെ കാണാൻ സാധിക്കുകയില്ലെന്നുള്ളത് പരിഹരിക്കാൻ പാടില്ലാത്ത ദൗർഭാഗ്യത്തിന് കാരണമാകാൻ പാടുണ്ട്. എന്നെക്കുറിച്ചുള്ള സത്യത്തെപ്പറ്റി ഇപ്പോഴും തീർച്ചയില്ലാത്തവർ എത്ര ക്ഷീണിതരും ചഞ്ചലചിത്തരുമാണെന്ന് കാണുക. എൻ്റെ വാക്കുകളുടെ രുചി അറിഞ്ഞവർ എത്രമാത്രം വിശക്കുന്നവരാണ്. അതില്ലാതെ അവർക്കൊട്ടും മുന്നോട്ടു പോകുവാൻ സാധ്യമല്ല. മറ്റൊരു വാക്കിനും അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയുകയില്ല. ഒരുമിച്ച് കൊണ്ടു നടക്കാനും നല്ലതല്ല. മേച്ചിൻപുറങ്ങളിലേക്ക് ആടുകളെ നയിക്കാനും ഇടയിനില്ലാതെ അലഞ്ഞു നടക്കുന്ന ആളുകളെ പോലെയാണവർ. ഞാനതെല്ലാം കാണുന്നുണ്ട്. നിങ്ങളുടെ ആത്മീയവും ധാർമ്മികവും ശാരീരികവുമായ കഴിവുകൾ കൊണ്ട് എന്നെ സഹായിക്കണം. നിങ്ങൾ വലിയ സംഘങ്ങളായി ഇനി പോകേണ്ട. 2 പേർ വീതം പോയാൽ മതി. ഏറ്റവും ഉത്തമരായിട്ടുള്ള ശിഷ്യരെയും 2 പേർ വീതമായി അയക്കും. കാരണം കൊയ്ത്ത് വളരെ മെച്ചമാണ്. ഓ, ഈ വലിയ ദൗത്യത്തിനായി വേനൽക്കാലത്ത് നിങ്ങളെ ഞാൻ പരിശീലിപ്പിക്കും. തമ്മുസ് മാസത്തിൽ ഐസക് എൻ്റെ ഉത്തമ ശിഷ്യരോടുകൂടെ വന്നു ചേരും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിശീലനം നൽകും. എന്നിരുന്നാലും നിങ്ങൾക്ക് മതിയാകുകയില്ല. എന്തെന്നാൽ കൊയ്ത്ത് വളരെ, വേലക്കാർ ചുരുക്കം. അതുകൊണ്ട് വേലക്കാരെ അയക്കാനായി കൊയ്ത്തിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുക.
അതേ എൻ്റെ കർത്താവേ. എന്നാൽ നിന്നെ അന്വേഷിക്കുന്നവരുടെ എണ്ണത്തിന് അതുകൊണ്ട് മാറ്റമൊന്നും ഉണ്ടാവുകയില്ല. അൽഫേസിൻ്റെ മകൻ ജെയിംസ് പറയുന്നു. എന്തുകൊണ്ടാണത് സഹോദര? കാരണം ജീവന്റെ വചസ്സുകളും തത്വങ്ങളും ഒന്നുമല്ല അന്വേഷിക്കുന്നത്. അവരുടെ അധമമോ ഉത്തമമോ ആയ അംശങ്ങളിൽ സാത്താനോ ജീവിതമോ വരുത്തിവെച്ച രോഗങ്ങൾ സുഖമാക്കപ്പെടണമെന്നതാണ് അവരുടെ ആവശ്യം. അത് നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, കാരണം ശക്തി നിന്റേതാണ്. എന്നോടുകൂടെ ഒന്നായിരിക്കുന്നവർക്ക് ഞാൻ ചെയ്യുന്നതെല്ലാം ചെയ്യാൻ സാധിക്കും. അങ്ങനെ പാവപ്പെട്ടവരെ അവരുടെ ദുരിതങ്ങളിൽ സഹായിക്കാൻ കഴിയും. എന്നാൽ അത് ചെയ്യുന്നതിനാവശ്യമായവ നിങ്ങൾക്കിതുവരെ ലഭിച്ചിട്ടില്ല. നിങ്ങളുടെ മനുഷ്യപ്രകൃതിയെ ചവിട്ടിത്താഴ്ത്തി നിങ്ങളെ തന്നെ ജയിക്കുന്നതിനായി പരിശ്രമിക്കുക. അങ്ങനെ നിങ്ങളുടെ അരൂപി വിജയിക്കട്ടെ. എൻ്റെ വാക്കുകൾ മാത്രം സ്വാംശീകരിക്കാതെ എൻ്റെ അരൂപി സ്വാംശീകരിക്കുക. നിങ്ങളെ തന്നെ പവിത്രീകരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് അവിടെ കാത്തു നിൽക്കുന്നവരുടെ പക്കലേക്ക് പോകാം. ഞാൻ ദൈവവചനം അവരോട് സംസാരിക്കാതെ അവർ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവരോട് സംസാരിച്ച ശേഷം നമുക്ക് കഫർനാമിലേക്ക് തിരിച്ചു പോകണം. കാരണം അവിടെയും നമ്മെ കാത്തു നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഗുരുവേ, ഫരിസേയൻ്റെ ഭവനത്തിൽ വെച്ച് മേരി മഗ്ദലന അവളോട് ക്ഷമിക്കണമെന്ന് അങ്ങയോട് പറഞ്ഞു എന്ന് കേട്ടു. അത് ശരിയാണോ? അത് ശരിയാണ് തോമസേ. അവിടെ നിന്ന് അവളോട് ക്ഷമിച്ചോ? ഫിലിപ്പ് ചോദിക്കുന്നു. ഞാൻ ക്ഷമിച്ചു. നീ തെറ്റാണ് ചെയ്തത്, ബെർത്തലോമിയോ ആശ്ചര്യത്തോടെ പറഞ്ഞു. എന്തുകൊണ്ട്? അവൾ ഉള്ളറിഞ്ഞ് പശ്ചാത്തപിച്ചു. ക്ഷമിക്കപ്പെടാൻ അർഹത അവൾക്കുണ്ട്. ആ ഭവനത്തിൽ വെച്ച് പരസ്യമായി നീ ക്ഷമിക്കാൻ പാടില്ലായിരുന്നു. കറിയൂത്തുകാരൻ ഒരു ശാസന എന്ന പോലെ പറഞ്ഞു. എന്നാൽ എനിക്കെവിടെയാണ് തെറ്റിപ്പോയതെന്ന് മനസ്സിലാകുന്നില്ല. ഇതാണ് കാര്യം. ഈ പ്രീശൻ ആരാണെന്നും അവരുടെ തല നിറയെ ദുരാരോപണങ്ങളാണെന്നും അവരെങ്ങനെ നിന്നെ നിരീക്ഷിക്കുകയും വെറുക്കുകയും ചെയ്യുന്നുവെന്നും നിനക്കറിയാം. എന്നിട്ടും നീ ഒരു വേശ്യയെ വിളിച്ചു വരുത്തി ആ ഭവനത്തെ കളങ്കപ്പെടുത്തുകയും നിന്റെ സുഹൃത്തായ സൈമണിന് ഉതപ്പിന് കാരണമാവുകയും ചെയ്തു. ഞാൻ അവളെ വിളിച്ചില്ല. അവൾ വന്നു. അവൾ വേശ്യയല്ലായിരുന്നു. അവൾ പശ്ചാത്തപിച്ചതിനാൽ സംഗതിയാകെ വ്യത്യാസപ്പെട്ടു. മുമ്പ് അവളെ ആഗ്രഹിച്ചപ്പോഴും അവളെ സമീപിച്ചപ്പോഴും അവർക്ക് ഓക്കാനമില്ലായിരുന്നുവെങ്കിൽ അവൾ ആ ഭവനത്തിൽ പ്രവേശിച്ച് എൻ്റെ പാദത്തിങ്കൽ മുട്ടുകുത്തി കരഞ്ഞുകൊണ്ട് അവളെ തന്നെ കുറ്റപ്പെടുത്തി കണ്ണീരുകൊണ്ട് പരസ്യ കുമ്പസാരം നടത്തി അവളെ തന്നെ എളിമപ്പെടുത്തുന്നത് കണ്ടപ്പോൾ അവർക്ക് വെറുപ്പ് ഉണ്ടാകേണ്ടതില്ലായിരുന്നു. അവൾ വെറും മാംസമല്ല, ഒരാത്മാവാണ്. ഒരു വലിയ അത്ഭുതം കൊണ്ട് ഫരിസേയനായ സൈമണിൻ്റെ ഭവനം പൗത്രീകരിക്കപ്പെട്ടു. ഒരാത്മാവിൻ്റെ ഉയിർപ്പ് എന്ന അത്ഭുതം. 5 ദിവസം മുമ്പ് കഫർനാമിലെ മൈതാനത്ത് വെച്ച് സൈമൺ എന്നോട് ചോദിച്ചു, അതുമാത്രമാണോ നീ ചെയ്തത് എന്ന്. തീർച്ചയായും അല്ല എന്ന് അയാൾ തന്നെ പറയുകയും ഒരു അത്ഭുതം കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒരത്ഭുതം ഞാൻ അവന് നൽകി. ഒരാത്മാവ് കൃപാവരത്തോടെ വിവാഹ വാഗ്ദാനം ചെയ്യുന്നതിന് സാക്ഷിയായി. ഇടക്കാരനായി ഞാൻ അവനെ തിരഞ്ഞെടുത്തു. അതേക്കുറിച്ച് അവൻ അഭിമാനം കൊള്ളേണ്ടതാണ്. അതിനു പകരം അവന് ഇടർച്ചയുണ്ടാക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ നിനക്കൊരു സ്നേഹിതൻ നഷ്ടമായിട്ടുണ്ടാകും. ഞാനൊരാത്മാവിനെ കണ്ടെത്തിയിരിക്കുന്നു. ഒരാത്മാവിന് ദൈവത്തിൻ്റെ പ്രീതി നേടിക്കൊടുക്കാൻ ഞാൻ ഒരു മനുഷ്യൻ്റെ സ്നേഹം നഷ്ടപ്പെടുത്തുന്നത് കാര്യമാക്കാനില്ല. ഇതുകൊണ്ട് ഒരു ഉപകാരവുമില്ല. നിന്നെക്കൊണ്ട് മാനുഷികമായ വീക്ഷണത്തിലൂടെ കാര്യങ്ങൾ പരിഗണിപ്പിക്കാൻ ഞങ്ങൾക്കാവില്ല. ഗുരുവേ, ഞങ്ങൾ ഭൂമിയിലാണ്, അതോർക്കുക. ഇവിടെ നടപ്പിലിരിക്കുന്നത് ലോകത്തിൻ്റെ ആശയങ്ങളും നിയമങ്ങളുമാണ്. നീ സ്വർഗീയമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. നിന്റെ ഹൃദയത്തിലെ സ്വർഗത്തിൽ നീ ജീവിക്കുന്നു. നീ എല്ലാം സ്വർഗീയ വെളിച്ചത്തിൽ കാണുന്നു. എൻ്റെ പാവപ്പെട്ട ഗുരുവേ, ദുഷ്ടരായ ഞങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നതിന് ദൈവികനായ നീ എത്രയോ യോഗ്യതയില്ലാത്തവനാണ്. ഈശോയെ ആലിംഗനം ചെയ്തുകൊണ്ടാണ് യൂദാസ് ഇത് പറയുന്നത്. വിസ്മയപൂരിതനും അതേസമയം നിരാശനുമായ അപ്പസ്തോലൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഖേദമാണ്, കാരണം അധികം പരിപൂർണത കൊണ്ട് നീ വളരെയധികം ശത്രുക്കളെ ഉണ്ടാക്കിയിരിക്കുന്നു. യൂദാസേ, നീ വിഷമിക്കേണ്ട. ഇത് ഇപ്രകാരമായിരിക്കണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു.
എന്നാൽ സൈമണിനു വിഷമമായി എന്ന് നീ എങ്ങനെ അറിഞ്ഞു? അവന് വിഷമം വന്നെന്ന് എന്നോട് പറഞ്ഞില്ല. എന്നാൽ അത് വേണ്ടായിരുന്നെന്ന് തോമസിനെയും എന്നെയും അവൻ മനസ്സിലാക്കി. സത്യസന്ധരായി ജീവിക്കാൻ മാത്രം പ്രവേശിക്കുന്ന ആ ഭവനത്തിലേക്ക് നീ അവളെ ക്ഷണിക്കേണ്ടതില്ലായിരുന്നു. കൊള്ളാം. സൈമണിന്റെ വീട്ടിൽ പ്രവേശിക്കുന്നവരുടെ സത്യസന്ധതയെക്കുറിച്ചുള്ള ചർച്ച വിട്ടുകളയുന്നതായിരിക്കും ഭേദം, പത്രോസ് പറയുന്നു. എനിക്ക് പറയാൻ കഴിയും, വേശ്യകളുടെ വിയർപ്പ് പല പ്രാവശ്യം തറയിലും മേശയിലും അതിനപ്പുറത്ത് മുറിയിലും വീണിട്ടുണ്ടെന്ന് മാത്യു പറയുന്നു. എന്നാൽ പരസ്യമായിട്ടല്ല. യൂദാസ് തിരിച്ചടിച്ചു. അല്ല, കാപട്യം അത് മൂടിവെച്ചു. അപ്പോൾ വ്യത്യാസമുണ്ടെന്ന് നിനക്ക് കാണാൻ സാധിക്കും. എൻ്റെ പാപജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നു പറയുന്ന വേശ്യയും നിന്റെ കൂടെ പാപം ചെയ്യുന്നതിന് ഇതാ ഞാൻ എന്നു പറയുന്നവളും തമ്മിൽ വ്യത്യാസമുണ്ട്. മാത്യു പറഞ്ഞത് ശരിയാണ്. അവരെല്ലാവരും സമ്മതിക്കുന്നു. തീർച്ചയായിട്ടും അവൻ പറഞ്ഞത് ശരിയാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അവൻ ചിന്തിക്കില്ല. നമ്മൾ അവരുമായി ഒരു ഒത്തുതീർപ്പിലെത്തുകയും അവരുമായി സൗഹൃദത്തിലായിരിക്കാൻ അവരുടെ രീതി അനുസരിച്ച് നമ്മെ തന്നെ ഒന്ന് ക്രമീകരിക്കുകയും വേണം. ഇല്ല യൂദാസേ, ഒരിക്കലുമില്ല. സത്യം, ആത്മാർത്ഥത, സാൻമാർഗിക ജീവിതം എന്നിവയിൽ ഒരിക്കലും ഒത്തുതീർപ്പോ ക്രമീകരണമോ ഇല്ല. ഇടിനാദം പോലെ ഈശോയുടെ ഉത്തരം. എന്തായാലും ഞാൻ ശരിയായി ചെയ്തു. ഒരു നല്ല ഉദ്ദേശത്തിനായി ചെയ്തു, അത് മതി. നമുക്ക് പോയി നമ്മെ കാത്തു നിൽക്കുന്ന ക്ഷീണിതരായ ആളുകളെ പറഞ്ഞേക്കാം. വൃക്ഷത്തണലിൽ ഈശോയുടെ വരവ് നോക്കി കാത്തിരിക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് ഈശോ പോകുന്നു. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഈ ദിവസങ്ങളിൽ അനേകമായി നടന്ന് സുവിശേഷം ശ്രവിക്കാൻ വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം. ഞാൻ ഗൗരവമായി പറയുന്നു, ദൈവരാജ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് സ്വന്തമാക്കുക എത്ര വിലപ്പെട്ടതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജോലി ചെയ്യുന്നത് ഒരു ഭാരമായി കണക്കാക്കുന്ന നിങ്ങളെപ്പോലെയല്ല. നിങ്ങൾ ജോലി ഒരു ബുദ്ധിമുട്ടായി വിചാരിക്കുന്നില്ല. കാരണം നിങ്ങൾ ആത്മാവിനാൽ ഭരിക്കപ്പെടുന്നു. ആത്മാവ് ജഡത്തോട് ഇങ്ങനെ പറയുന്നു, സന്തോഷിക്കുക, കാരണം ഞാൻ നിന്നെ ഞെരുക്കുന്നു. നിന്റെ സ്വന്തം സന്തോഷത്തിനു വേണ്ടി ഞാൻ ഇത് ചെയ്യുന്നു. ഉയർത്തെഴുന്നേൽപ്പിനു ശേഷം ഞാൻ നിന്നോടുകൂടെ ചേരുമ്പോൾ നിന്നെ ഞെരുക്കിയതിന് നീ എന്നെ സ്നേഹിക്കുകയും നിന്റെ രണ്ടാമത്തെ രക്ഷകനായി നീ എന്നെ കാണുകയും ചെയ്യും. നിങ്ങളുടെ ആത്മാക്കൾ അങ്ങനെ പറയുകയില്ലേ? തീർച്ചയായും പറയും. ഞാൻ കുറച്ചുനാൾ മുൻപ് നിങ്ങളോട് പറഞ്ഞ ഉപമകൾ ആസ്പദമാക്കി പ്രവർത്തിക്കുക. നിങ്ങളെ കാത്തിരുന്ന വിലമതിക്കാൻ പാടില്ലാത്ത സ്വർഗരാജ്യത്തെ കൂടുതലായി സ്നേഹിക്കുന്നതിന് ഞാൻ കൂടുതൽ വെളിച്ചം നൽകാം. ശ്രദ്ധിച്ചു കേൾക്കൂ. ഒരു മനുഷ്യൻ അയാളുടെ അടുക്കളത്തോട്ടത്തിലെ ആവശ്യത്തിന് കുറെ മണ്ണെടുക്കാൻ ഒരു വയലിലേക്ക് പോയി. തറഞ്ഞു കിടന്ന മണ്ണ് കുറെ ബുദ്ധിമുട്ടി കിളച്ചുകൊണ്ടിരുന്നപ്പോൾ വിലപിടിപ്പുള്ള ലോഹനിർമ്മിതമായ ഒരു പാത്രം തിളങ്ങുന്നു. അയാൾ എന്താണ് ചെയ്തത്? കുഴിച്ചിടത്തോളം മണ്ണിട്ട് മൂടി മുകളെല്ലാം നിരപ്പാക്കി. വീട്ടിൽ ചെന്ന് അവനുണ്ടായിരുന്ന സ്വത്തെല്ലാം, പണവും വസ്തുക്കളും സംഭരിച്ച് എല്ലാം വിറ്റു. അതിനുശേഷം വയലിൻ്റെ ഉടമയുടെ പക്കൽ ചെന്ന് പറഞ്ഞു, എനിക്ക് നിന്റെ വയൽ വാങ്ങാൻ ഇഷ്ടമാണ്. അത് വാങ്ങാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് എത്ര പണം വേണം? ഞാനത് വിൽക്കുന്നില്ല, ഉടമ മറുപടി പറഞ്ഞു. ആ വയലിനു ചേരാത്ത വിധം അത്രയധികം വില ഇയാൾ പറഞ്ഞു. അവസാനം ഉടമസ്ഥനെ ബോധ്യപ്പെടുത്താൻ അയാൾക്ക് കഴിഞ്ഞു. ഉടമസ്ഥൻ വിചാരിച്ചു, ഈ മനുഷ്യന് ഭ്രാന്തായിരിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ ഈ സാഹചര്യത്തിൽ നിന്ന് മുതലെടുക്കും. അയാൾ തരുന്ന പണം ഞാൻ സ്വീകരിക്കും. അത് പിടിച്ചു പറയല്ലോ, അയാൾ നിർബന്ധിച്ചു തരുന്നതാണ്. ഈ പണം കൊണ്ട് ഇതിനേക്കാൾ മെച്ചമായ 3 വയൽ എനിക്ക് വാങ്ങാം. അയാൾ ഒരു നല്ല കച്ചവടം നടത്തിയെന്ന് സംതൃപ്തനായി. വാസ്തവത്തിൽ വയൽ വാങ്ങിയ ആളാണ് മെച്ചമായ കച്ചവടം നടത്തിയത്. കാരണം കള്ളന്മാർ മോഷ്ടിക്കാവുന്നതും നഷ്ടപ്പെടുകയും ഉപയോഗിച്ച് തീർന്നു പോവുകയും ചെയ്യാവുന്നതാണ് അയാൾ ഉപേക്ഷിച്ചത്. അങ്ങനെ യഥാർത്ഥത്തിലുള്ളതും പ്രകൃതിദത്തവും തീർന്നു പോകാത്തതുമായ സമ്പത്ത് അയാൾക്ക് ലഭിച്ചു. കുറച്ചു കാലത്തേക്ക് ഈ വയലല്ലാതെ മറ്റൊന്നും അയാൾക്കുണ്ടായിരിക്കുകയില്ലെങ്കിലും അത് വാങ്ങാൻ അയാൾ എല്ലാം ത്യജിച്ചത് ഒരു വലിയ കാര്യമാണ്. കാരണം ആ വയലിൽ മറഞ്ഞു കിടക്കുന്ന നിധി എന്നേക്കും അയാളുടെ സ്വന്തമായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായല്ലോ. ഈ ഉപമയിലെ ബുദ്ധിമാനായ മനുഷ്യനെ പോലെ പെരുമാറുക. ദൈവരാജ്യം ലഭിക്കുന്നതിന് ക്ഷണികമായ ധനമെല്ലാം ഉപേക്ഷിക്കുക.
അവയെല്ലാം ലോകത്തിലെ വിഡ്ഢികൾക്ക് വിൽക്കുകയോ കൊടുക്കുകയോ ചെയ്യും. അവർ നിങ്ങളെ പരിഹസിക്കട്ടെ, കാരണം നിങ്ങൾ ചെയ്യുന്നത് വിഡ്ഢിത്തമാണെന്ന് അവർ കരുതുന്നു. എങ്കിലും നിങ്ങൾ അത് ചെയ്യുക, കാരണം സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം തരുന്നതിൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് സന്തോഷിക്കും. സാബത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോകുക. കർത്താവിൻ്റെ ദിവസം സ്വർഗരാജ്യമാകുന്ന ഉപമയെപ്പറ്റി ധ്യാനിക്കുക. സമാധാനം നിങ്ങളോട് കൂടെ. നേരം സന്ധ്യയായി. ഈശോ കഫർനാമിലേക്ക് പോകുന്നു. ജനം ഗ്രാമപാതകളിലൂടെയും പ്രധാന റോഡിലൂടെയും നടന്നിറങ്ങുകയാണ്. കഫർനാമിലെത്തിയപ്പോൾ രാത്രിയായി, നിലാവുള്ള രാത്രി. അവർ പട്ടണം കുറുകെ കടന്ന് കല്ല് പാകിയിട്ടുണ്ടെങ്കിലും നിരപ്പില്ലാത്ത റോഡുകളിൽ കാര്യമായ വെളിച്ചമില്ല. അവർ മൗനമായി അടുക്കളത്തോട്ടത്തിലൂടെ വീട്ടിലേക്ക് കയറി. എല്ലാവരും ഉറക്കം പിടിച്ചെന്നാണ് കരുതിയത്. എന്നാൽ അടുക്കളയിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. 3 പേരുടെ നിഴൽ ഭിത്തിയിൽ കാണുകയും ചെയ്യുന്നു. ഗുരുവേ, നിനക്കായി ആരോ കാത്തിരിക്കുകയാണ്. ഇതുപോലെ തുടരാൻ സാധ്യമല്ല. നീ വളരെ ക്ഷീണിതനാണെന്ന് ഞാൻ അവരോട് പറയും. ആ സമയത്ത് നീ മട്ടുപ്പാവിലേക്ക് പോയിക്കൊള്ളുക. ഇല്ല സൈമൺ, ഞാൻ അടുക്കളയിലേക്ക് പോകുകയാണ്. തോമസ് അവരെ ഇവിടെ നിർത്തിയെങ്കിൽ അതിന് തക്ക കാരണം ഇവിടെ കാണും. അതേസമയം വീട്ടിനുള്ളവർ ഈ അടക്കി പിടിച്ചുള്ള സംസാരം കേൾക്കുന്നുണ്ട്. വീട്ടുടമയായ തോമസ് വാതിൽക്കലേക്ക് വരുന്നു. ഗുരു, പതിവായി വന്നുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീ ഇവിടെയുണ്ട്. ഇന്നലെ സന്ധ്യ മുതൽ അവർ നിന്നെ കാത്തിരിക്കുന്നു. ഒരു വേലക്കാരനും കൂടെയുണ്ട്. പിന്നീട് താഴ്ന്ന സ്വരത്തിൽ കൂട്ടിച്ചേർക്കുന്നു, അവർ വളരെ വികാരഭരിതയായി കാണപ്പെടുന്നു. എപ്പോഴും കരയുകയാണ്. കൊള്ളാം, അവളോട് മുകളിലേക്ക് വരാൻ പറയൂ. എവിടെയാണ് അവൾ ഉറങ്ങിയത്? അവൾക്ക് ഉറങ്ങേണ്ട എന്ന് പറഞ്ഞു. നേരം വെളുക്കാറായപ്പോൾ കുറച്ചു സമയം എൻ്റെ മുറിയിൽ കഴിച്ചുകൂട്ടി. നിന്റെ കിടക്കകളിൽ ഒന്ന് വേലക്കാരന് കൊടുത്തു. കൊള്ളാം, ഇന്ന് രാത്രിയും അവൻ അവിടെ ഉണ്ടായിക്കൊള്ളട്ടെ. നിനക്ക് എൻ്റെ കിടക്കയിൽ ഉറങ്ങാം. ഇല്ല ഗുരുവേ, ഞാൻ മട്ടുപ്പാവിൽ വല്ല പായും വിരിച്ചു കിടന്നുകൊള്ളാം. അങ്ങനെയെങ്കിലും ഞാൻ സുഖമായി ഉറങ്ങും. ഈശോ മട്ടുപ്പാവിലേക്ക് പോകുകയാണ്. മാർത്ത ഈശോയെ അനുഗമിക്കുന്നു. മാർത്ത, നിനക്ക് സമാധാനം. ഒരു തേങ്ങലാണ് മറുപടി. നീ ഇപ്പോഴും കരയുകയാണോ? നിനക്ക് സന്തോഷമായില്ലേ? മാർത്ത തല കുലുക്കുന്നു നിഷേധാർത്ഥത്തിൽ. എന്തു പറ്റി നിനക്ക്? എന്താ കാര്യം? മാർത്ത ഏങ്ങലടിക്കുകയാണ്. കുറേ സമയം അത് നീണ്ടു നിൽക്കുന്നു. അവസാനം അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, പല രാത്രികളായിട്ട് മേരി തിരിച്ചു വരുന്നില്ല. അവൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. എനിക്കോ മാസല്ലയ്ക്കോ നേഴ്സിനോ സാധിക്കുന്നില്ല. അവൾക്ക് വേണ്ടി വണ്ടി തയ്യാറാക്കി നിർത്താൻ പറഞ്ഞ ശേഷം പുറത്തേക്ക് പോയി. വളരെ പ്രൗഢിയായി വസ്ത്രധാരണം ചെയ്തിരുന്നു. അർദ്ധനഗ്നയായിട്ടല്ല, എങ്കിലും അത് പ്രകോപിക്കുന്ന ഒന്നായിരുന്നു. ഓ, അവൾ ഇനി എൻ്റെ വസ്ത്രം ധരിക്കുകയില്ല. ആഭരണങ്ങളും സുഗന്ധ വസ്തുക്കളും എടുത്താണ് പോയത്. കഫർനാമിലെ ആദ്യ വീടുകൾ വരെ എത്തിയപ്പോൾ ഞാൻ മറ്റുള്ളവരുടെ കൂടെ വന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് വേലക്കാരനെ തിരിച്ചയച്ചു. എന്നാൽ അവൾ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അവൾ ഞങ്ങളെ ചതിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഏകാന്തതയിൽ വീണ്ടും പ്രലോഭിക്കപ്പെട്ടിരിക്കാം. ഒരുപക്ഷെ അവൾക്കെന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരിക്കാം. അവൾ തിരിച്ചു വന്നിട്ടില്ല. അടുക്കി വച്ചിരുന്ന ഒരു ചാക്കുകെട്ടിന്മേൽ അവൾ കൈകൾ വെച്ച് മുട്ടുകുത്തി കരയുകയാണ്. വിഷമത്തോടെ ഈശോ അവളെ നോക്കുന്നു. അധികാരത്തോടെ, എന്നാൽ സാവകാശത്തിൽ അവളുടെ വിശ്വാസം ആർജിക്കുന്ന വിധത്തിൽ പറയുന്നു, കരയാതിരിക്കൂ. 3 രാത്രി മുമ്പ് മേരി എൻ്റെ അടുത്ത് വന്നിരുന്നു. എൻ്റെ പാദങ്ങളിൽ പരിമള തൈലം പൂശിയ ശേഷം അവളുടെ ആഭരണമെല്ലാം അഴിച്ച് എൻ്റെ പാദത്തിങ്കൽ വെച്ചു. അങ്ങനെ അവളെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. മനസ്സുകൊണ്ട് അവളുടെ വില കെടുത്തരുത്. അവൾ നിന്നേക്കാൾ മികച്ചവളായിരിക്കുന്നു. വിഷമിച്ച മുഖത്തോടെ തലയുയർത്തി മുകളിലേക്ക് നോക്കി മാർത്ത ചോദിക്കുന്നു, എന്നാൽ എൻ്റെ സഹോദരി എവിടെയാണ്? എന്തുകൊണ്ടാണ് അവൾ തിരികെ വീട്ടിലേക്ക് വന്നില്ല? അവൾ ആക്രമിക്കപ്പെട്ടിരിക്കുമോ? വല്ല ബോട്ടിലും കയറി യാത്രയിൽ മുങ്ങി മരിച്ചു കാണുമോ? അതോ തിരസ്കരിക്കപ്പെട്ട കാമുകന്മാർ ആരെങ്കിലും അവളെ തട്ടിക്കൊണ്ടുപോയോ? ഓ മേരി, എൻ്റെ മേരി, ഞാൻ അവളെ കണ്ടെത്തുകയും ഉടനെ തന്നെ അവളെനിക്ക് നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു. വികാരാവേശത്താൽ മാർത്തായ്ക്ക് സമനില തെറ്റിയതുപോലെയുണ്ട്. താഴത്തെ മുറികളിലുള്ളവർ അവൾ പറയുന്നത് കേൾക്കുമെന്നുള്ള വിചാരം പോലും അവൾക്കുണ്ടാകുന്നില്ല. അവളുടെ സഹോദരി എവിടെയാണെന്ന് പറയാൻ ഈശോയ്ക്ക് കഴിയുമെന്ന് ചിന്തിക്കാനും അവൾക്ക് പറ്റുന്നില്ല.
നിരാശ പൂണ്ട അവൾ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ കഴിവില്ലാത്തവളാണ്. ഈശോ മാർത്തയുടെ കൈത്തണ്ടയിൽ പിടിച്ച് സമാധാനപ്പെടാനും ഈശോയുടെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുവാനും നിർബന്ധിക്കുന്നു. ഈശോയുടെ ഉയരം കൊണ്ടും കാന്തശക്തിയുള്ള നോട്ടം കൊണ്ടും അവളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ഇത് മതി, എൻ്റെ വാക്കുകൾ നീ വിശ്വസിക്കുക. നീ കുറെ കൂടെ ഔദാര്യമുള്ളവളാകാൻ ശ്രമിക്കൂ. ആ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? മാർത്ത ശാന്തയാകുന്നതുവരെ അവളുടെ കരങ്ങളിൽ നിന്ന് ഈശോ പിടിവിട്ടില്ല. നിന്റെ സഹോദരി അവളുടെ ആനന്ദം ആസ്വദിക്കാൻ പോയിരിക്കുന്നു. പരിശുദ്ധമായ ഏകാന്തതയിൽ ആമഗ്നയായിരിക്കുന്നു. കാരണം രക്ഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആത്മാക്കൾക്ക് സഹജമായിട്ടുള്ള വികാരഭരിതമായ വിനയത്തിൽ അവൾ നിറഞ്ഞു നിൽക്കുന്നു. അവളിപ്പോൾ ധരിച്ചിരിക്കുന്ന കൃപാവരത്തിൻ്റെ വിവാഹ വസ്ത്രത്തിന്മേൽ ബന്ധുക്കളുടെ കാരുണ്യം നിറഞ്ഞതെങ്കിലും ജിജ്ഞാസപരമായ നോട്ടം പോലും അവൾക്ക് അസഹനീയമാണ്. ഞാൻ പറയുന്നവ എല്ലായ്പ്പോഴും സത്യമാണ്. നീ എന്നെ വിശ്വസിക്കണം. ഉവ്വ കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മേരി വളരെ കാലം സാത്താൻ്റെ ഇരയായിരുന്നു. അവൻ അവളെ വീണ്ടും പിടികൂടിയിരിക്കുകയാണ്. അവൻ്റെ ഇര എന്നേക്കുമായി നഷ്ടപ്പെട്ടതിനാൽ നിന്നോടവൻ പകരം വീട്ടുകയാണിപ്പോൾ. നിന്നെപ്പോലെ മനഃശക്തിയുള്ള ഒരു സ്ത്രീയെ ഒരു കാരണവുമില്ലാതെ ഭയചകിതയാക്കി അവൻ്റെ ഇരയാക്കി തീർക്കുന്നത് ഞാൻ കാണണമോ? അവളിപ്പോൾ എന്നിൽ വിശ്വസിക്കുന്നത് നിമിത്തം നിന്നിൽ ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന നിന്റെ നല്ല വിശ്വാസം നീ നഷ്ടപ്പെടുത്തുന്നത് ഞാൻ കാണാനിടയാകണമോ? മാർത്ത, നീ എന്നെ സൂക്ഷിച്ചു നോക്കൂ, എന്നെ ശ്രവിക്കൂ. സാത്താനെ ശ്രദ്ധിക്കരുത്. ദൈവം അവനെ പരാജയപ്പെടുത്തിയതിനാൽ ഒരു ഇരയെ ഉപേക്ഷിക്കാൻ അവൻ നിർബന്ധിതനാകുമ്പോൾ മറ്റിരകളെ പിടിക്കാൻ അവൻ തത്രപ്പാട് കാണിക്കും. കാരണം അവൻ മനുഷ്യവർഗത്തിൻ്റെ തളർച്ചയില്ലാത്ത പീഡകനും ദൈവത്തിൻ്റെ അവകാശത്തെ മോഷ്ടിക്കുന്നതിൽ സ്ഥിരോത്സാഹം കാണിക്കുന്ന കള്ളനുമാണ്. ഇത് നിനക്കറിഞ്ഞുകൂടെ? ഒരാത്മാവ് സുഖം പ്രാപിക്കുമ്പോൾ സാത്താനെ ചെറുത്തു നിൽക്കുന്ന വിശ്വാസിയായ ഒരു മറ്റൊരാത്മാവിനെ കഠിനമായി പീഡിപ്പിക്കാൻ അവൻ ഒരുങ്ങുന്നുവെന്ന് നിനക്കറിഞ്ഞുകൂടെ? പ്രകൃതിയിൽ ഇപ്പോൾ കാണുന്നതും സംഭവിക്കുന്നതുമെല്ലാം അനിയന്ത്രിതമല്ലെന്നും എല്ലാം നിത്യമായ ഒരു വിധേയത്വത്തിൻ്റെയും അതിൻ്റെ അനന്തരഫലങ്ങളുടെയും നിയമങ്ങൾ അനുസരിച്ചാണെന്നും എന്നാൽ ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങൾക്ക് സ്വാഭാവികവും അതിസ്വാഭാവികവുമായ അനന്തരഫലങ്ങളുണ്ടെന്നും നിനക്കറിഞ്ഞുകൂടെ? നീ അവിടെ കരയുന്നു. കഠിനമായ ഒരു സംശയത്താൽ നീ പീഡിപ്പിക്കപ്പെടുന്നു. എങ്കിലും അന്ധകാരത്തിൻ്റെ ഈ നാഴികയിലും നീ നിന്റെ ക്രിസ്തുവിനോട് വിശ്വസ്തയായി വർത്തിക്കുന്നുണ്ട്. നിന്നിൽ നിന്നധികം അകലെയല്ലാതെ എന്നാൽ നിനക്കറിഞ്ഞുകൂടാത്തൊരു സ്ഥലത്താണ് മേരി. അവൾക്ക് ലഭിച്ച അനന്തമായ പാപമോചനത്തെക്കുറിച്ചുള്ള നേരിയ സംശയം പോലും അവളിൽ നിന്ന് ദൂരീകരിക്കപ്പെടുകയാണിപ്പോൾ. അവളുടെ കരച്ചിൽ പുഞ്ചിരിയായും ഇരുളിമ പ്രകാശമായും മാറുന്നു. ജീവൻ തന്നെയായ ക്രിസ്തുവിന് ജന്മം കൊടുക്കാൻ അനുഗ്രഹം ലഭിച്ച നിർമ്മലയായ അമ്മയുടെ പക്കലേക്ക് അവളെ നയിച്ചത് നീ സഹിച്ച പീഡകളാണ്. നിന്റെ സഹോദരി എൻ്റെ അമ്മയുടെ കൂടെയുണ്ട്. അമലോത്ഭവയായ എൻ്റെ അമ്മയുടെ അടുത്ത് സമാധാനമുണ്ട്. ആത്മാക്കൾ വീണ്ടും ജനിക്കുന്നത് അവളുടെ അടുത്താണ്. ആ ശാന്തമായ തുറമുഖത്തെത്തുന്ന ആദ്യത്തെ ആത്മാവല്ല നിന്റെ സഹോദരി. തൻ്റെ പുത്രനോടുള്ള പ്രവൃത്തി നിരതമായ സ്നേഹനിമിത്തം മേരിയാകുന്ന നക്ഷത്രം അതിൻ്റെ ശാന്തമായ പ്രകാശ കതിർവീശി നിന്റെ സഹോദരിയെ അവളുടെ മടിയിലേക്ക് വിളിച്ചു. നിന്റെ സഹോദരി നസ്രസിലുണ്ട്. അവൾ എങ്ങനെ അങ്ങോട്ട് പോയി? നിന്റെ വീടോ നിന്റെ അമ്മയെയോ അവൾക്ക് അറിഞ്ഞുകൂടല്ലോ. തനിച്ച് രാത്രിയിൽ വാഹനമില്ലാതെ ആ വസ്ത്രം ധരിച്ച് ഇത്രയധികം ദൂരം എങ്ങനെ പോയി? എങ്ങനെയെന്നോ? ക്ഷീണിതയായ ഒരു മീവൽപക്ഷി കൊടുങ്കാറ്റും മഞ്ഞും തരണം ചെയ്ത് കടലും മലയും പിന്നിട്ട് സ്വന്തം നാട്ടിലെ കൂട്ടിലേക്ക് തിരിച്ചു ചെന്നതുപോലെ. മീവൽ പക്ഷികൾ തണുപ്പുകാലം കഴിഞ്ഞുകൂടുന്നതിന് വിദൂര സ്ഥലങ്ങളിലേക്ക് പറക്കുന്നത് പോലെ ജന്മവാസന അവയെ നയിക്കുന്നു. ചൂട് ക്ഷണിക്കുന്നു. അവളെ ക്ഷണിച്ച പ്രകാശക്കതിരിൻ്റെ അടുക്കിലേക്ക് പോയി, സർവ്വലോക മാതാവിൻ്റെ പക്കലേക്ക്. അന്ധകാലത്തിൽ നിന്ന് എന്നേക്കുമായി പുറത്തു വന്ന് ഒരാത്മാവായി എൻ്റെ അമ്മയുമായി സന്തോഷത്തോടെ നാളെ രാവിലെ അവൾ തിരിച്ചു വരുന്നത് നമ്മൾ കാണും. ഇനി ഒരിക്കലും അവൾ അനാഥയാകുകയില്ല. നിനക്കിത് വിശ്വസിക്കാൻ കഴിയുമോ? ഉവ്വ് എൻ്റെ കർത്താവേ. മാർത്ത പരിപൂർണ വിധേയത്വത്തിലേക്ക് വന്നു. അത് ഭാവത്തിൽ നിന്നും വ്യക്തമായി. ഈശോയുടെ വാക്കുകൾ അവളെ സ്വാധീനിച്ചു.
ദീർഘകായനായ ഈശോ മുട്ടുകുത്തി നിൽക്കുന്ന മാർത്തായുടെ പക്കലേക്ക് അല്പം കുനിഞ്ഞു നിന്ന് വ്യക്തമായി എന്നാൽ സാവധാനത്തിൽ തറഞ്ഞു കയറുന്ന വിധത്തിലാണ് സംസാരിച്ചത്. അസ്വസ്ഥയായ ഈ ശിഷ്യയുടെ ആത്മാവിലേക്ക് ഈശോ തൻ്റെ ആത്മാവിനെ നിശ്വസിക്കുന്നത് പോലെ കാണപ്പെട്ടു. ഇത്രയും ശക്തിയോടെ നോക്കുന്നതും സംസാരിക്കുന്നതും വളരെ ദുർലഭമായി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നാൽ അവസാനം എത്ര പ്രകാശവും പുഞ്ചിരിയുമാണ് ആ മുഖത്ത്. ആ പുഞ്ചിരിയും പ്രകാശവും നേരിയ വിധത്തിൽ മാർത്തായുടെ മുഖത്ത് പ്രതിഫലിച്ചു. ഇനി പോയി വിശ്രമിക്കൂ, എൻ്റെ സമാധാനത്തോടു കൂടെ വിശ്രമിക്കൂ. മാർത്ത ഈശോയുടെ കരം ചുംബിച്ച ശേഷം സന്തോഷത്തോടെ താഴത്തെ നിലയിലേക്ക് പോകുന്നു.